Friends, welcome to the channel. Goodhappenshere channel. We will use a router. It is a Tenda router. It is a brand. It is a Chinese brand. Mainly, we use router in the field of Chinese dlink, TP-link. Brand Tenda. The quality normal TP-link and dlink life and I have a dealing into page and the complaint. I replace Tenda 3-year warranty and limited warranty. The model is F3 range on Amazon available. The box wireless and 300 easy setup router. Green wireless Wi-Fi anywhere in the points stable and fast Wi-Fi. Setup within 30 seconds. And features shield, security, some more the side light made in China, country for in China, market in the night Amazon available. Then the back side of Kenya, model set comparing. The connection of the diagram or laptop internet. The ports backside WAN port and pin baki moon LAN port and power cable pin WS button on open the sealed box on in the pack opening area. Side on open side on upon the channel subscribe to subscribe main point box for installation guide and pin power cable and wattage output 9 watt 9 volt 600 mAh branding normal quality price quality LAN cable extender current chance pouch plastic white color type type rotate okay. Lights, the lights, system light, Wi-Fi, WAN, land, light, WAN, WPS, TND, back side light, air vents, നല്ല ക്വാളിറ്റി ഉണ്ട് തുടമൻ അറിയുന്നത് നമുക്ക് തൂക്കിയിടുള്ള രണ്ട് പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാക്ക് സൈഡിൽ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ അത് തന്നെയാണ് സംഭവം അപ്പോൾ നമുക്ക് ഇതിൽക്കൊന്ന് പവർ കൊടുത്തു നോക്കാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഇതിന്റെ കണക്ഷൻസ് ശരിയാക്കണം അപ്പോൾ നമ്മൾ കണക്ഷൻ ഫസ്റ്റ് കണക്ഷൻ തന്നെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ വാൻ കണക്ഷൻ ആണ് അപ്പോൾ നമ്മുടെ വാൻ പോർട്ടിൽ നമ്മുടെ മെയിൻ ഇതെന്ന് മെയിൻ മോഡാണ് അത് ONT അപ്പോൾ അതിന് നമ്മൾ ലൈൻ്റെ ലാൻഡ് പോർട്ടിൽ നിന്ന് ഇതിൻ്റെ വാൻ പോർട്ടിലേക്ക് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ഇനിയിപ്പോൾ കണക്ട് ചെയ്യാനുള്ള നമുക്ക് പവറിൻ്റെ കേബിളാണ് അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഏതൊക്കെ കത്തും നമുക്ക് നോക്കാം പവർ കേബിൾ ഇവിടെ ഉണ്ടായിട്ടാണ് ഇരിക്കുന്നത് അവിടെയാണ് കണക്ട് ചെയ്തു ഞാൻ അപ്പോൾ അത് ഓൾറെഡി ഇപ്പോൾ കുറേ ലൈറ്റ് കത്തി നിങ്ങൾക്കവിടെ കാണാം അപ്പോൾ ഇതിൽ വാൻ കത്തിയുണ്ട് ഇപ്പോൾ എല്ലാം കിട്ടും ഇനിയിപ്പോൾ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഇപ്പോൾ സിസ്റ്റം കത്തി കഴിഞ്ഞു ഇനി വൈഫൈയും ഓണാവും വാനും ഓണാവും അത് കഴിഞ്ഞ് നമുക്ക് സെറ്റപ്പ് ചെയ്യണം കോൺഫിഗർ ചെയ്യണം ലാപ്ടോപ്പിൽ പോയിട്ട് അപ്പോൾ നമുക്കിതെല്ലാം അതിപ്പോൾ ഓൾറെഡി 3 എണ്ണം കത്തിപ്പോൾ വാൻ കത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് കോൺഫിഗർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ വൈഫൈ സെലക്ടറിൽ പോയിട്ട് നമുക്ക് ടെൻഡയുടെ ഇത് സെലക്ട് ചെയ്യുക അത് ഞാൻ പേര് മാറ്റി അതുകൊണ്ടാണ് ഇപ്പോൾ BSNL കാണിക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നുണ്ട് BSNL കണക്റ്റഡ് സെക്യൂർ കാണിക്കുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ 162 ഡോട്ട് ഇത്രയായിരുന്നു അല്ല 162 അല്ല സോറി 192.168.0.1 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഈ പേജിലെത്തും ഇത് കണ്ടോ ഇങ്ങനൊരു പേജിലെത്തും അപ്പോൾ ഇതിനു മുമ്പ് നോർമലി വരെ ഒരു ഇൻട്രസ്റ്റ് ഒരു പേജാണ് വരിക അതിൽ നിങ്ങൾ 3 സെറ്റിംഗ്സ് കാണാം അവിടെ PPO എന്നിട്ട് ഡൈനാമിക് സ്റ്റാറ്റിക് ഇപ്പോൾ നമ്മൾ ഡൈനാമിക് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സെലക്ട് ആവും എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ISP യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി അതിൽ
എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കണക്ട് ആയി കഴിഞ്ഞു. ഇതിപ്പോൾ അവരുടെ ഹോം പേജാണ്, നമ്മുടെ ടെൻഡയുടെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പേജാണ്. ഇതിപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കാണാം. ഇതിൽ നെറ്റ് പാസ്വേഡ് മാറ്റാം, അതുപോലെ ലൈൻ പാരാമീറ്റർ, വാൻ പാരാമീറ്റർ. അഡ്വാൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് അഡ്രസ് ഫിൽറ്ററിംഗ് ഉണ്ട്, പാരന്റൽ കൺട്രോൾ ഉണ്ട്, എന്താണ് കൂടെ കാണാം. അപ്പോൾ എൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ പേര് വന്നിട്ടുണ്ട്. അതുപോലെ വയർലെസ് റിപ്പീറ്റിംഗ് വേണം നിങ്ങൾക്ക് ഇതിൽ പോയാൽ മതി. പിന്നെ ബാൻഡ്വിഡ്ത്ത് കൺട്രോൾ ഉണ്ട് ഇവിടെ, വയർലെസ് സെറ്റിങ്സ് ഉണ്ട് ഇവിടെ. നമുക്ക് പാസ്വേഡ് ഓൺ ആക്കുക, അല്ലെങ്കിൽ വൈഫൈ ഓൺ ആക്കുക, ഒക്കെ ചെയ്യാം. അതുപോലെ പാസ്വേഡ് മാറ്റാം. അങ്ങനെ കുറേ സംഭവങ്ങൾ കൂടെ കാണുന്നുണ്ട് കൂടെ. അവിടെ പേര് മര്യാദ ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് വന്ന് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അത് സെയിം ആണ്, വേറെ ഇഷ്ടമൊന്നുമില്ല. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് കിട്ടി കഴിഞ്ഞു. ഇപ്പോൾ നെറ്റ് ഓൾറെഡി കണക്ട് ആയത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫുഡ് ഹാപ്പൻസ് എന്ന ചാനലിൻ്റെ പേര് നമുക്കൊന്ന് നോക്കി നോക്കാം. ഗൂഗിളിൽ അടിച്ചു കൊടുത്ത് വന്നിട്ട് ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് വരെ അതാണ്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും സംശയിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വെച്ചാൽ മതി, ഫാസ്റ്റായിട്ട് റിപ്ലൈ തരാം. അപ്പം നമുക്കിനി അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.